പിന്നെ സ്റ്റക്കിങ് ഓഫ് ദി കവനൻ്റ് ഉണ്ട്. ഉടമ്പടി എവിടെയെങ്കിലും പോയി ഇടിച്ച് നിൽക്കാം. അത് രണ്ടുപേർക്കും കോമൺ ഫാക്ടറാണ്. മിനിക്കും അതുപോലെ തന്നെ അലിഷയ്ക്കും ഇവർ ഈ ഉടമ്പടി ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് എവിടെയെങ്കിലും പോയിട്ട് ഡെഡ് എൻഡായിട്ട് ഇങ്ങനെ ഇടിച്ച് നിൽക്കാം. പിന്നെ ഫർദർ നോ മോർ ബിയോണ്ട് എന്നും പറഞ്ഞ ഒരു സിറ്റുവേഷൻസ് വരും ഉടമ്പടിയിൽ. എന്നിട്ട് ഇവർക്ക് രണ്ടുപേർക്കും കോമൺ ഫാക്ട് വർക്ക് ചെയ്യണത്, ഇപ്പോൾ മിനിയുടെ കാര്യത്തിലും ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ വർക്കിംഗ് കണ്ടീഷൻ അല്ല. ഭർത്താവ് സുഖപ്പെട്ടു, ആ മാരകമായ ശ്വാസകോശ രോഗിയായിരുന്ന ആൾ സുഖപ്പെട്ടു. പിന്നെ മക്കളുടെ കാര്യം വരുമ്പോൾ ഉടമ്പടി ഇടിച്ച് നിൽക്കാം. നോ മോർ ബിയോണ്ട് എന്ന് പറഞ്ഞ് ഇടിച്ച് നിൽക്കാം. ഉടക്കി നിൽക്കേ, ഉടമ്പടിയിൽ ഉടക്കെന്ന് പറയും. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളൊക്കെ എപ്പം ഉപയോഗിക്കുന്ന വാക്കാണ് ഉടക്ക്. വല വിട്ട് കഴിഞ്ഞാൽ പാറ കുടുങ്ങി നിൽക്കും, പിന്നെ വലിച്ചാൽ വരത്തില്ല. വരികയാണെങ്കിൽ മോശമായിട്ട് വലിക്കുകയാണെങ്കിൽ വല കീറിയും പോകും, ഉള്ള മീനും കൂടി പോകും. അങ്ങനെ ഉടക്കെന്ന് പറയണത്. ഉടമ്പടിയിൽ ഉടക്കുണ്ട്. ഉടക്കെന്ന് പറയുമ്പോഴേ ഇവരുടെ രണ്ടുപേരും മിനിയുടെ അലിഷയുടെയും ഉടമ്പടി ഉടക്ക് സെയിമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു സെക്കൻഡ് ഏജൻറ്റ് വന്നിട്ട് പറയും, ഇപ്പോൾ അലിഷയുടെ അമ്മയാണ് പറയണത്, എന്തുകൊണ്ടാണ് നിനക്ക് ഫർദർ ആയിട്ടുള്ള വീണ്ടും നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തതിന് കാരണം നീ ഉടമ്പടിയിലെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാത്ത കൊണ്ടാണ്. അതാണ് സംഭവം. എല്ലാവർക്കും ഉടമ്പടി ഉടക്ക് വരുന്നതിൻ്റെ മെയിൻ സംഭവം ഉടമ്പടി ഉടക്ക്. ഇപ്പോൾ മിനിയുടെ കാര്യത്തിലും അങ്ങനെയാണ്. മകൻ്റെ കാര്യത്തിന് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ മൂവ്മെൻറ്റ് ഉണ്ടാകാതെ വരുമ്പോൾ മിനി സ്വയമായിട്ട് തന്നെ എക്വിപ്ഡ് ആയത് കാരണം അവൾ തിരിച്ചറിയും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാത്തത് കൊണ്ടാണെന്ന്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാൻ തുടങ്ങും. പ്രേക്ഷിത പ്രവർത്തനം കാരുണ്യ പ്രവർത്തി എന്ന് രോഗികളെ കാണുന്നത്. കാരുണ്യ പ്രവൃത്തിക്ക് പകരം പ്രേക്ഷിത പ്രവൃത്തി ആകത്തില്ല. പ്രേക്ഷിത പ്രവൃത്തി എന്ന് പറയുന്നത് യേശുവിനെ അറിയാത്തവരെ അറിയിക്കുക. അതിനാണ് ഈ പത്രം കൊടുക്കണമെന്ന് പറയണത്. പത്രം കൊടുക്കുമ്പോൾ അവർ ചെയ്യണത്, ചിലരിങ്ങനെ പത്രം കൂളായിട്ട് കൊടുത്തിട്ട് പോരും. ചിലർ പത്രത്തെക്കുറിച്ച് പറയുമ്പോൾ കൃപാസനത്തെക്കുറിച്ച് പറയും, മാതാവിനെക്കുറിച്ച് പറയും. സ്വാതി പറയണത് ഈ ഉടമ്പടിയിൽ പുഷ് പുള്ളെന്ന് പറഞ്ഞ് വേറെ ഒരു പ്രക്രിയ കാണുന്നുണ്ട്. പുഷ് പുള്ളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സൽപ്രവൃത്തികളും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ഉടമ്പടി പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ ഉടമ്പടിയെ പുറകിൽ തള്ളി മുമ്പോട്ട് കൊണ്ടുപോകണതാണ്. ഈ മുമ്പിൽ നിന്ന് വലിക്കണ ഒരു പരിപാടിയുണ്ട്. മുമ്പിൽ നിന്ന് വലിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് പ്രയോജനമുള്ള കാറ്റഗറിയിലേക്ക് നമ്മൾ ഉടമ്പടിയെ മൂവ്മെൻറ്റ് ചെയ്ത് കൊണ്ടുവരണം. ഇപ്പോൾ ഇവളെന്താ പറയണത്, സ്വാതി എന്താ പറയണത്? സ്വാതി പറയണത്, കർത്താവേ, സ്വാതിയുടെ പ്രാർത്ഥനകൾ അവസാന കാലമാകുമ്പോൾ ഉടമ്പടി ക്രാക്കിംഗ് കണ്ടീഷനിലേക്ക് പോകുമ്പോൾ സ്വാതി അപ്പം പ്രാർത്ഥിക്കണേ, കർത്താവേ, എല്ലാവരോടും ഞാൻ പറയുന്നുണ്ട്, മറ്റുള്ളവരുടെ അനുഭവങ്ങളാണ് പറയണത്. ഞങ്ങളുടെ നാട്ടിലെ ചേച്ചിക്ക് ഇന്നത് സംഭവിച്ചു, രോഗം ഇങ്ങനെ സുഖപ്പെട്ടു, ജോലി അങ്ങനെ കിട്ടിയെന്നൊക്കെയാണ് അതിനോട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിന്നെ പരിചയപ്പെടുത്തുന്നത്. ഈശോ, ഞാൻ നിന്നെ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പരിചയപ്പെടുത്തുന്നത്. എനിക്ക് നിന്നെ പരിചയപ്പെടുത്തണമെങ്കിൽ എനിക്ക് നീ സ്വന്തം അനുഭവങ്ങൾ തരണമെന്ന് പറയും. അവിടെ വിഷയം അതാണ്. ഇവർ പറഞ്ഞത് ഇവരുടെ നിയോഗം നിറവേറ്റാനാണ് പറയണത്. പക്ഷെ പറയണ ഭാഷ ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ ഇൻറ്റൻഷൻ വ്യത്യാസമുണ്ട്. നിങ്ങൾ പറയും ഭർത്താവിൻ്റെ കുടി മാറണേ വെച്ചാൽ ഈ ജന്മം മാറത്തില്ല. കാര്യം അത് നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന പ്രെയർ സെറ്റ് ചെയ്തിരിക്കുന്ന രീതി, അതിൻ്റെ സെൻറ്റർ പോയിൻറ്റ് നിങ്ങളാണ്, ദൈവമല്ല. നിങ്ങളുടെ കുടി മാറിയിട്ട് കർത്താവിന് എന്ത് കിട്ടാനാണ്? നിങ്ങളുടെ കുടി മാറിയാൽ അത്രയും കാശ് വീട്ടിൽ കിട്ടും, അത്രയും കാശ് കൂടി നിങ്ങൾക്ക് സാരി വാങ്ങിക്കാവുന്നല്ലാതെ ദൈവത്തിന് എന്താ പ്രയോജനം? അപ്പോൾ പ്രാർത്ഥന റീഡിസൈൻ ചെയ്യണം. പറഞ്ഞ മനസ്സിലായില്ലേ? ഇതിൻ്റെ ഒരു എൻജിനീയറിങ്, കവനൻ്റ് എൻജിനീയറിങ് എന്ന് പറയുന്നത് ബുദ്ധിപരമായിട്ട് ചെയ്യേണ്ട പ്രാർത്ഥനയാണിത്. വെച്ചാൽ ഇപ്പോൾ സ്വാതി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് നിന്നെ കൺവേ ചെയ്യണം. പക്ഷേ ഇത്രയും നാൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് മറ്റുള്ളവരുടെ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഞാൻ അങ്ങോട്ട് പറയണത് എനിക്ക് എൻ്റെ അനുഭവങ്ങൾ തരണം, അപ്പോൾ എനിക്ക് ഈസി ആയിരിക്കും. അതാണ് പുള്ളെന്ന് പറയണത്. പുഷ് മാത്രമല്ല, പുള്ളിയെ മുമ്പോട്ട്. കാര്യം ദൈവത്തിന് പ്രയോജനമുള്ള കണ്ടൻ്റ് ആകും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ സ്പീഡ് കൂടും, ഇതിൻ്റെ വേഗം കൂടും, ഉടമ്പടിയുടെ വേഗം കൂടും. ഹബക്കൂക്ക് 3:19 കർത്താവായ ദൈവമാണ് എൻ്റെ ബലം, കലമാൻ്റെ പാദങ്ങൾക്കെന്ന പോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി, ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു. അല്ലാതെ ഉന്നതങ്ങളിലേക്ക് അവിടെ നിന്നെ നടത്തുന്ന മേൽഗതിയിലേക്ക് നമ്മളെ നയിക്കുകയാണ്. ഈ മേൽഗതിയിലേക്ക് നമ്മളെ നയിക്കണത് എങ്ങനെയാണ്? അവിടുന്ന് എൻ്റെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി. അപ്പം നമ്മുടെ ജീവിതയാത്രയെ സ്പീഡപ്പ് ചെയ്യുന്നത് ആരാണ്? ദൈവമാണ്, നമ്മളല്ല.
നമ്മളെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് കൊണ്ടുപോകുന്നത് ആരാണ്? അവിടുന്ന് എൻ്റെ പറഞ്ഞേ, അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി. അപ്പൊ ദൈവമാണ് വേഗത നൽകണത്. അപ്പൊ ദൈവം വേഗത നൽകണമെങ്കിൽ സ്പീഡപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് പ്രാധാന്യമുള്ള കാര്യങ്ങളായി ഉടമ്പടി മാറണം. നമ്മൾക്ക് പ്രാധാന്യമുള്ള കാര്യങ്ങളായിട്ടാണ് നമ്മൾ ഉടമ്പടി ഇട്ടിരിക്കുന്നത്. നിയോഗങ്ങളില്ല, 6 നിയോഗങ്ങളെല്ലാം നമുക്ക് പ്രാധാന്യമുള്ളതാണ്. നമ്മൾക്ക് പ്രാധാന്യമുള്ള കാര്യങ്ങൾ എഴുതിയിടുകയും ദൈവത്തിന് പ്രാധാന്യമുള്ള കാര്യങ്ങൾ നമ്മൾ തൊട്ട് നോക്കിയിട്ടില്ല. ഇപ്പം അലീഷയുടെ ഒരു പ്രശ്നം, അലീഷയുടെ അമ്മ പറയും, നിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ, നീ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചെന്നല്ലാതെ നീ ഒരു കാരുണ്യ പ്രവൃത്തിയോ ഒരു രോഗിനെ പോയി കാണുകയോ ഒരു കാരുണ്യ പ്രവൃത്തികളോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് അമ്മ പറയും. അപ്പോൾ ഇവൾ ഉടനെ പറയണത്, നമുക്ക് കാശുണ്ടോ അമ്മേ ഇതൊക്കെ ചെയ്യാൻ? കാരുണ്യ പ്രവൃത്തിക്ക് ചെയ്യണമെങ്കിൽ ആർക്കെങ്കിലും എന്തിനും വാങ്ങിച്ചൊക്കെ കൊടുക്കണ്ടേ രോഗികൾക്ക്? അതിന് കാശ് വേണ്ടേ? നമുക്ക് ഇവിടെ നിന്നാണ് കാശ്? കാലണയില്ലാത്തവർ എന്ത് കാരുണ്യ പ്രവൃത്തി ചെയ്യാനാണെന്ന് ചോദിക്കും. പക്ഷെ ആ ചോദ്യത്തോടുകൂടി മാതാവ് ഇവൾക്ക് മനസ്സിലെ അടുത്തുള്ള ഒരു ഓൾഡ് ഏജ് ഹോം മനസ്സിൽ കാണിക്കും. ഇപ്പോൾ ഇവൾ നടന്ന് ഓൾഡ് ഏജ് ഹോമിലേക്ക് പോകും. വിസ ബ്ലോക്ക് ചെയ്തിരിക്കണമല്ല, വിസ ബ്ലോക്ക് ചെയ്ത് ഉടമ്പടി ഉടക്കായി കിടക്കുകയാണ്. പക്ഷെ അമ്മ ആ ഉടക്ക് നിവർത്താൻ വേണ്ടി പറയുകയാണ്, കാരുണ്യപ്രവൃത്തി ചെയ്യണില്ല, അതുകൊണ്ടാണ് ഉടക്കി കിടക്കണമെന്ന് പറയും. ഇവൾക്ക് കാര്യം മനസ്സിലാവും. ഇവൾ നടന്ന് ഒരു ആതുരാലയത്തിൽ പോകും. അവൾ പറയണത്, ഞാൻ ഒന്നും ചെയ്തില്ല. അവിടെ പോയി ആതുരാലയത്തിലുള്ള അപ്പച്ചന്മാരോടും അമ്മച്ചിമാരോടും ഒക്കെ വെറുതെ സംസാരിച്ചുകൊണ്ടിരുന്ന് അവർക്ക് ഭയങ്കര സന്തോഷമായി. മകൾ ഇനിയും വരണമെന്ന് പറഞ്ഞു. കാര്യം ഒറ്റപ്പെടൻ്റെ അനുഭവം അനുഭവിക്കുകയാണ്. ആരും ഹൃദ്യമായി സംസാരിക്കാനില്ല. വന്നവർ വായിക്കുറെ ബിരിയാണി കൊണ്ടുവന്ന് കൊടുത്തിട്ട് ആൾക്കാരെ കടന്നുകളൊക്കെയാണ്. ഒരു വണ്ടിക്ക് വന്ന് ഇറങ്ങും അല്ലേ? ആരാധനാലയത്തൊക്കെ ചെയ്യണം. അങ്ങനെ അല്ല, ഈ ഓവർഫ്ലൈയിലൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യണം, എവിടെയും കല്യാണം കഴിച്ച് ബാക്കി വന്നെ കുറേ ബിരിയാണിയും കൊണ്ട് ഒരു ടെമ്പോയിൽ ചെല്ലും. കുറേ എണ്ണന്മാർ പകുതി കുടിച്ച് കാണും, പകുതി കുടിക്കാത്തവന്മാരുണ്ട്, മദ്യപാനികളുണ്ടാകും. ഇങ്ങനെ കുറേ ആഭാസന്മാരുടെ ഒരു ക്രിയപ്പോക്ക്. ബാക്കി ചോറ് വെട്ടിമൂടുന്നതിന് പകരം അനാഥാലയത്തെ കൊണ്ട് വെട്ടിമൂടും, എന്നാൽ അവർക്ക് കൊണ്ടേ കൊടുക്കും. അപ്പോൾ അവർ അങ്ങനെയല്ല, അവരോടൊരു വാക്ക് സംസാരിക്കുകയോ അതൊന്നും പ്രേക്ഷിത പ്രവർത്തനമല്ല. ഈ സംഭവം നമുക്ക് വേണമെങ്കിൽ എങ്ങനെയും ചെയ്തു വെക്കാം, എങ്ങനെയും ചെയ്ത് വെക്കണമല്ല പ്രശ്നം. അതിൻ്റെ പിന്നിലുള്ള എല്ലാം വേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് വേണ്ടത്. ഉടമ്പടിയിൽ നമുക്ക് ഉപവിപ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ആ ഉപവിപ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൻ്റെ പിന്നിലെ അതിൻ്റെ ചേതോ വികാരം, ചൈതന്യവത്തായ ആ ഉപവിപ്രവർത്തനത്തിൻ്റെ ചൈതന്യം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എങ്ങനെ? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളില്ലാതെ കല്യാണത്തിന് കുറേ ബിരിയാണി ബാക്കി വന്ന് കുറേ അണ്ണന്മാർ അതിൻ്റെ സ്മോൾ അടിച്ചിട്ട് അവിടെ അനാഥാലയത്തിൽ കൊണ്ടുപോയി ഡംപ് ചെയ്ത് ഈ ശരീരം കണ്ട് ഇറക്കി വെച്ച് ഞങ്ങൾക്ക് പോകണമെന്ന് പറയും. ഇതല്ലേ പറയണത്? ഇതൊന്നും പ്രേക്ഷിത പ്രവർത്തനങ്ങളല്ല. അതൊരു ആധ്യാത്മിക കുറ്റകൃത്യമാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ആധ്യാത്മികമായിട്ടുള്ള ആൾക്കാർ, ദൈവത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ചെയ്യുന്നതിൻ്റെ പരമ്പരാഗതമായ ഈ പ്രവർത്തനങ്ങളെ ഇന്ന് വോട്ട് പിടിക്കാനും പാർട്ടി വളർത്താനും വേണ്ടി ആൾക്കാർ പൊതിച്ചോറ് കൊടുക്കുന്ന കാലമാണിത്. അതല്ല സഭയുടെ ലക്ഷ്യം. സഭയ്ക്ക് ഇതിനൊരു ലക്ഷ്യമുണ്ട്. എന്താ ലക്ഷ്യം? അത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുള്ളവരാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്ത മനുഷ്യനോടുള്ള ജീവനോടുള്ള ബഹുമാനത്തിൻ്റെ കാരുണ്യ പ്രവൃത്തിയും കരുതലും ചേർത്ത് പിടിക്കലുമാണത്. ആ ചേർത്ത് പിടിക്കൽ സംഭവിക്കുന്നത് ആധ്യാത്മികമായ ദൈവികമായ ലക്ഷ്യത്തോടു കൂടിയാണ്. ആ പ്രവർത്തനമാണ് ഉടമ്പടി നിങ്ങൾ ചെയ്യേണ്ടത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, എന്റെ കാരുണ്യ പ്രവൃത്തികളിലെ പരിശുദ്ധാത്മാവിന്റെ ഫലമായ ദൈവസ്നേഹത്തോടെ ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. അപ്പൊ അവള് അലീഷ ചെയ്ത അതാണ്. അലീഷ ചെയ്തത് അവിടെ പോയി അവരോട് സംസാരിച്ചുകൊണ്ടിരുന്നു. എല്ലാവരോടും ഓരോരുത്തരോടും മാറി മാറി സംസാരിച്ചു. എന്നിട്ട് അവൾക്ക് പോരുമ്പോൾ ഷി വാസ് ജസ്റ്റ് കണ്ടൻറ്റ്. എന്ന് വെച്ചാൽ അവൾ പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് അഭവമായ ഒരു ആന്തരികമായ ശക്തി തോന്നി. അത് ഈ മിനിയും അത് തന്നെ പറയുന്നുണ്ടാണ്. ഞങ്ങൾ ഓരോരുത്തർക്കും പത്രം കൊടുക്കും. ഞങ്ങൾ പത്രം കൊടുത്തിട്ട് അവരോട് ചോദിക്കും, നിങ്ങൾ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അവർ പറയും, ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ പിന്നെ അത്ഭുതങ്ങൾ വായിക്കണം, ഈ ആഴ്ച നടന്ന കാര്യമാണ്, നിങ്ങൾ കൃപാസനത്തിൽ പോയിട്ടുണ്ടോ? അവർ പറഞ്ഞു പോയിട്ടില്ല. പോകേണ്ട സ്ഥലമാണ്, അമ്മ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ മിനി ആൾക്കാരോട് പറയും. അതാണ് പ്രേക്ഷിത പ്രവർത്തനം, ദൈവസേവ എന്ന് പറയുന്നത്. അല്ലാതെ പത്രം കൊണ്ട് വലിച്ചെറിഞ്ഞാൽ പോകുകയില്ല. ആരുടെങ്കിലും മോന്തക്കെട്ട് ചാണ്ടിയിട്ട് അടുത്ത ഇനി 4 കൂടി ഉണ്ടെന്ന് പറഞ്ഞ് നടക്കണേ. ഇങ്ങനെയുള്ള ആൾക്കാർ ഉടമ്പടി എടുത്തിരിക്കുന്നത് വെളുക്കാൻ ചേക്കണ പാണ്ടാകാൻ സാധ്യതയുണ്ട്.
അപ്പം എന്നിട്ട് ഈ മിനി, ഇപ്പം മിനി അലിഷയുമാണല്ലോ, രണ്ടുപേരാണല്ലോ ഇവിടെ മോഡലായിട്ട് എടുത്തിരിക്കണത്. ഈ മിനി പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഞങ്ങളുടെ അനുഭവങ്ങൾ കർത്താവിനെ അറിയാത്തവരോട് പറയും, ഞങ്ങൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് പറയും. എന്നിട്ട് കർത്താവിനെ കുറിച്ച് അവരോട് സംസാരിക്കും. തിരിച്ചു പോരുമ്പോൾ എന്തെന്നില്ലാത്ത ആന്തരിക ആഹ്ലാദമാണ് മനസ്സിൽ. അതാണ് കണ്ടൻ്റ് എന്ന് പറയുന്നത്. അത് അലീഷയ്ക്കും വരുന്നുണ്ട്. ഈ ഓൾഡ് ഏജ് ഹോമിൽ പോയി അപ്പച്ചന്മാരോടും അമ്മച്ചിമാരോടും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ചിരിക്കുന്നുണ്ട്, അവർ സംസാരിക്കുന്നുണ്ട്. അവരുടെ ഏറ്റവും വലിയ ദാരിദ്ര്യം സംസാരിക്കാനും കേൾക്കാനും പറയാനും ആരും ഇല്ലാത്തതാണെന്ന് മനസ്സിലാക്കുമ്പോൾ അലീഷ പറയും, കാശെന്തിനാ കാരുണ്യ പ്രവർത്തിക്ക്. ആൾ പറയുന്നുണ്ട്, കാശെന്തിനാ കാരുണ്യ പ്രവർത്തിക്ക്, മര്യാദക്ക് സ്നേഹത്തോടെ സംസാരിക്കാൻ അറിഞ്ഞാൽ മതി. അപ്പോൾ കാരുണ്യ പ്രവൃത്തിയാണ് നിൻ്റെ പ്രശ്നം, നിൻ്റെ ഉടമ്പടിയുടെ ഉടക്കെന്ന് മനസ്സിലാക്കിയപ്പോൾ പിറ്റേ ദിവസം മുതൽ മൂവ്മെൻ്റായി ഉടമ്പടി. നിങ്ങളുടെ ഉടമ്പടി ഉടക്കി കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ മാത്രമാണ്. നിങ്ങൾ മാത്രമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നുണ്ടാകും, ചെയ്യുന്നില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നുണ്ടാകും, ചെയ്യുന്നില്ലെന്ന് ഞാൻ പറയത്തില്ല. ചെയ്യേണ്ടതുപോലെ ചെയ്യണില്ലെന്നാണ് പ്രശ്നം. ചെയ്യേണ്ടതുപോലെ എന്താണ്? എന്ത് ചെയ്താലും കർത്താവിൻ്റെ സ്നേഹത്തോടെ ചെയ്യണം. എന്ത് ചെയ്താലും എന്ത് ചെയ്താലും 1 കൊരിന്തോസ് 16:14 1 കൊരിന്തോസ് 16:14 നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കുവിൻ. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കുവിൻ. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല പ്രശ്നം. പത്രം കൊടുത്തോ, രോഗികളെ പോയി കണ്ടോ, പൊതിച്ചോറ് കൊടുത്തോ, വെളുപ്പിന് എഴുന്നേറ്റ് പാകം ചെയ്തോ, അതല്ല പ്രശ്നം. പ്രശ്നം എന്താണ്? അതിൻ്റെ അകത്ത് ഇന്ധനത്തിനാണ് പ്രശ്നം. അത് നിങ്ങൾ സ്നേഹത്തോടെയാണ് ചെയ്യേണ്ടത്. സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സ്നേഹമാണ്. ബൈബിളിൽ നമുക്ക് സ്നേഹമുണ്ടാകാം, നമുക്ക് വിശ്വാസമുണ്ടാകാം. പക്ഷെ മനുഷ്യ സ്നേഹമുണ്ട്, മനുഷ്യ വിശ്വാസമുണ്ട്. അതിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. ദൈവസ്നേഹമുണ്ട്, ദൈവവിശ്വാസമുണ്ട്. അതെന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം റോമ 4:20 എടുത്ത ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. അപ്പോൾ ദൈവവിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യവിശ്വാസം കേവലമാണ്. മനുഷ്യവിശ്വാസത്തിൽ ചെയ്യാം. എന്തുമാത്രം മനുഷ്യൻ പറയണം, ദൈവത്തെ അറിയാത്തവരൊക്കെ ദൈവത്തെ വിശ്വസിക്കാത്തവർ പോലും കുറേ ഉപപ്രവർത്തനങ്ങളൊക്കെ ചെയ്യണില്ലേ? അത് മനുഷ്യവിശ്വാസമാണ്. ദൈവവിശ്വാസം എന്ന് പറയണത് റോമ 4:20 എന്താണ്? ആ വിശ്വാസം കൊണ്ട് ലക്ഷ്യം ദൈവത്തെ മഹത്വമായിരിക്കണം. അല്ല നമുക്ക് വോട്ട് വാങ്ങിക്കുക എന്നുള്ളതല്ല, അധികാരത്തിൽ കയറുക എന്നുള്ളതല്ല. അതിൻ്റെ വിഷയം ദൈവത്തിൻ്റെ മഹത്വമായിരിക്കണം. അപ്പോൾ നീ ഉടമ്പടിയിൽ ഒരു ഉപപ്രവർത്തനം ചെയ്യുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്? ദൈവത്തിൻ്റെ മഹത്വമായിരിക്കണം. അപ്പം മിനി അത് പറയുന്നുണ്ട്, ഞങ്ങളത് ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത സന്തോഷമാണ്. പക്ഷെ ഞങ്ങളത് ചെയ്യുമ്പോൾ ഞങ്ങളുടെ കാര്യം നടക്കണമേ എന്നല്ല ഞങ്ങൾ ചിന്തിക്കണത്, മറിച്ച് ദൈവം മഹത്വപ്പെടണം, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഞങ്ങൾ ശക്തി പ്രാപിക്കണം. അപ്പോൾ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് 4:20 എന്താ പറയണത്? അതിന് പറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിലെ ശക്തി പ്രാപിക്കുവിൻ. അപ്പൊ വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കാൻ, ശക്തിയുള്ള വിശ്വാസം, പവർഫുൾ ഫെയ്ത്ത്, എവിടെയെങ്കിലും ഉടമ്പടി ഉടക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ ഉപയോഗിക്കേണ്ട പവറ് ദൈവത്തിൻ്റെ മഹത്വപ്പെടുത്തുന്ന ശക്തിയുള്ള വിശ്വാസമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ശക്തിയുള്ള വിശ്വാസം ഉപയോഗിക്കുന്നത് എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഇതാണ് വെച്ചാൽ ദൈവസ്നേഹത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഉപപ്രവർത്തനങ്ങളും കാരുണ്യ പ്രവൃത്തികളും നമ്മൾ ചെയ്യേണ്ടത്. എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. നിങ്ങൾ 100 രോഗികളെ കണ്ടാന്ന് പറഞ്ഞൊരു കാര്യമില്ല. ചിലപ്പോൾ ഒരു രോഗിനെ കണ്ടിരിക്കണത് ആ ദൈവസ്നേഹത്തോടെയാണെങ്കിൽ അവിടെയാണ് ബലം പ്രാപിക്കണത്. അതായത് നിങ്ങൾക്ക് ബലം പ്രാപിക്കണമെങ്കിൽ അപ്പോൾ റോമ 4:20 അനുസരിച്ച് കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിലെ ശക്തി പ്രാപിക്കുവേ. അപ്പൊ വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത് ദൈവത്തെ മഹത്വപ്പെടുത്തലാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് നമ്മളെ ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്ന ദൈവസ്നേഹത്തോടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ദൈവത്തിൻ്റെ നാമത്തിലാകണത്. അതാണ് വിഷയം. നമ്മൾ ദൈവത്തിൻ്റെ നാമത്തിലാകും. ഇപ്പം നിങ്ങളുടെ IELTS PR വരാൻ വേണ്ടി
പി ആറിൻ്റെ നാമത്തിലാണ് നിങ്ങൾ ചെയ്യണത്, നിങ്ങളുടെ നാമത്തിലാണ് സംഭവം ചെയ്യണത്. വീട്ടില്ലേ ഉടമ്പടി ചില ആൾക്കാർ ഇരന്ന് പണി മേടിക്കണത് അങ്ങനെയാണ്. ഇവർ ഭയങ്കരമായിട്ട് പണിയൊക്കെ ചെയ്യും. ഓർഫനേജിൽ പോകുകയോ അല്ലെങ്കിൽ രോഗികളെ പോയി കാണുക, ആശുപത്രിയിൽ പോകുകയോ പൈസ കൊടുക്കുകയോ ചെയ്യും. എന്തിനാണ്? കർത്താവ് ഇങ്ങനെയെങ്കിലും പി ആർ കിട്ടണേ എന്ന് പറയുമ്പോൾ ആർക്ക് പി ആർ കിട്ടണ കാര്യമാണ് പറയണത്? അവർക്കാണ്. അവരുടെ നാമത്തിലാണ് ചെയ്യണത്. അവരുടെ നാമത്തിൽ ചെയ്യുമ്പോൾ ബലം പ്രാപിക്കത്തില്ല. അവിടെ വയറ്റിപ്പഴപ്പിന് വേണ്ടിയാണ് ചെയ്യണമെന്ന് മനസ്സിലായില്ലേ? ദൈവം അതിൻ്റെ അകത്ത് കക്ഷിയല്ല. ഉടമ്പടിയിൽ ദൈവമാണ് കക്ഷി. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ നാമത്തിൽ ചെയ്യണം. ആരെങ്കിലും എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കാൻ കൊടുത്താൽ, 10:42 ഈ ചെറിയവരിൽ ഒരുവന് പറഞ്ഞേ, ഈ ചെറിയൊരുവന് ഒരു ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ആരുടെ ശിഷ്യനാണ്? കർത്താവിൻ്റെ ശിഷ്യനാണ് അല്ലേ? അപ്പോൾ ഒരു വ്യക്തിയെ കർത്താവിൻ്റെ ശിഷ്യനായി കണ്ടുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിലാണ് അവരെ സഹായിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ആരുടെ നാമത്തിലാണ്? നിങ്ങളുടെ പി ആറിൻ്റെയോ പെൻഷൻ്റെ നാമത്തിൽ, നിങ്ങളുടെ നാമത്തിലല്ല. ആരുടെ നാമത്തിലാണ്? കർത്താവിൻ്റെ നാമത്തിലാണ്. ഒരു പത്രം കൊടുക്കുമ്പോഴും ഒരു പൊതിച്ചോറ് കൊടുക്കുമ്പോഴും കർത്താവെ നിൻ്റെ നാമത്തിൽ. സ്വാതികൃഷ്ണ അവസാനം പറയുന്നൊരു വാക്കുണ്ട്. പറയണത്, കർത്താവെ ഞാൻ രക്ഷപ്പെടുകയോ രക്ഷപ്പെടാതിരിക്കുകയോ, ഞാൻ വിദേശത്ത് പോകുകയോ ജോലി കിട്ടുകയോ അതൊന്നുമല്ല എൻ്റെ പ്രശ്നം. എൻ്റെ പ്രശ്നം നീയാണ്. എവിടെ ഞാൻ പോയാലും പോയില്ലെങ്കിലും, പരീക്ഷ തോറ്റാലും ജയിച്ചാലും എന്ത് ചെയ്യണം? നിന്നുമായിട്ടുള്ള ബന്ധം പോകരുതെന്ന്. അതാണ് സംഭവം. അത് സ്വാതികൃഷ്ണ ഭയങ്കര ലീഡ് ചെയ്യുന്നുണ്ട് ആ സാക്ഷ്യത്തിൽ. നിങ്ങൾക്കറിയാമല്ലോ, ഒരേ ഒരു കാത്തലിക്കും അല്ല ക്രിസ്ത്യനും അല്ല, പക്ഷെ വായിന്ന് വരുന്ന വർത്തമാനങ്ങളെന്ന് വല്ലാത്ത വർത്തമാനം. അവസാനം അവൾ പറയണത് എന്താണെന്ന് വെച്ചാൽ, കർത്താവെ ഞാൻ പരീക്ഷയ്ക്ക് തോറ്റാലും ജയിച്ചാലും എനിക്കത് പ്രശ്നമല്ല. എൻ്റെ പ്രശ്നം എന്താണ്? നീയുമായിട്ടുള്ള ബന്ധം പോകാതിരിക്കണം. അപ്പോൾ ആരുടെ നാമത്തിലായി അവൾ ചെയ്യുന്നതെല്ലാം? കർത്താവിൻ്റെ നാമത്തിൽ. അതെന്തുകൊണ്ടാണ് അവൾ അങ്ങനെ പറയണത്? ദൈവസ്നേഹത്തോടെയാണ് പറയണത്. ഏത് ജാതിയായാലും എന്നും പറഞ്ഞൊരു കഥയുമില്ല. നിങ്ങൾ ദൈവസ്നേഹമുണ്ടോ, ഉടമ്പടി എപ്പോൾ ക്രാക്കാകും തിരക്കിയാൽ മതി. ചെയ്യുന്ന കാര്യങ്ങൾ ദൈവസ്നേഹത്തോട് ചെയ്യണം. അതിനകത്ത് ജാതിയുമില്ല, മതവുമില്ല, എല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. എപ്പോഴാണ് നീ ദൈവത്തിനോട് സ്നേഹം തോന്നുകയും ക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ ജീവിക്കുകയും ചെയ്യണത്, അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ മാത്രമല്ല, മക്കളിന് പകരം എന്താണ് ഈശോ പറഞ്ഞത്? നീ അവിടുത്തെ ശിഷ്യയാകുന്നു, നീ അവൻ്റെ ശിഷ്യനാകുന്നു. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. എൻ്റെ പേര് സൂസി ജോസ്. ഞാൻ കുത്തിത്തോട്ടിൽ നിന്ന് വരുന്നു. 2018 ഏപ്രിൽ 4-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അന്നോട്ട് ഇന്ന് വരെയുള്ള അനുഗ്രഹങ്ങൾ പറഞ്ഞാൽ, ഇനി ഒരു ദിവസം മുഴുവൻ പറഞ്ഞാലും തീരാത്ത അനുഗ്രഹങ്ങളും എനിക്കുണ്ട്. ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് എൻ്റെ പേരക്കുട്ടിക്ക് വേണ്ടിയിട്ട്, പേരക്കുട്ടി സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടും കൂടിയാണ്. എനിക്ക് 7 വർഷമായിട്ടൊരു വെരിക്കോസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. കാല് പൊട്ടി പഴുത്ത് എല്ലാ വർഷവും ഒരു 3-4 പ്രാവശ്യം വീതം കാല് ചൊറിഞ്ഞു പൊട്ടും. വേദന, രാത്രികാലങ്ങളിൽ ഉറക്കമില്ലായ്മ, അങ്ങനെ ഒരുപാട് ആയുർവേദ, ഇംഗ്ലീഷ്, ഹോമിയോ അങ്ങനെ ഉള്ള മരുന്നുകളെല്ലാം കഴിച്ച് അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഒരു ജോലി ചെയ്യുന്ന സ്ഥലത്തൊരു ചേച്ചി മുഖാന്തരം എനിക്കൊരു പത്രം കിട്ടി. അപ്പോൾ എനിക്കൊരാഗ്രഹം, ഇവിടെ വന്നൊരു ഉടമ്പടി എന്താണ് ഉടമ്പടി, എനിക്കൊരു ഉടമ്പടി എടുക്കണമല്ലോ എന്ന് മനസ്സിലുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്താണെന്നൊന്നും അറിയത്തില്ല. എങ്കിലും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുള്ളൊരു അവസരം കിട്ടി. ഞങ്ങളൊരു 4-5 പേര് ഒന്നിച്ചാണ് ഉടമ്പടി എടുക്കാൻ വന്നത്. ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ മുതൽ ഒരു 5 വർഷം കൂടി എൻ്റെ കാല് പിന്നെയും പൊട്ടി. ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ടും എൻ്റെ കാല് പൊട്ടുമായിരുന്നു. എങ്കിലും ഞാൻ ആ പ്രാർത്ഥനയിൽ നിന്നോ ഉടമ്പടിയിൽ നിന്നോ ഒന്നും മാറി നിൽക്കാതെ പ്രേക്ഷിത പ്രവർത്തനവും തിരുവചന വായനയും കൂടുതലായിട്ട് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ കിട്ടി. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. മാതാവിൻ്റെ ജപമാല ഒരു ദിവസം എത്ര എണ്ണം ചൊല്ലിയാലും എനിക്ക് മടുപ്പില്ലാതെ ഞാൻ ജപമാല ചൊല്ലും. ജപമാല എൻ്റെ കയ്യിൽ രാത്രി ഉറക്കത്തിലും പകലും യാത്രയിലും എല്ലാം എൻ്റെ കയ്യിലുണ്ടാവും. ജപമാല ചെല്ലാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എനിക്ക് ദൂരെ യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. ബസ്സിലൊക്കെ ഇരുന്ന് ദൂരെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ ഒറ്റയ്ക്കേ ഇരിക്കുകയുള്ളൂ. എനിക്ക് ഒത്തിരി ജപമാല ചെല്ലണം. മാതാവുമായിട്ടിരുന്ന് ഒത്തിരിയും ജപമാല ചെല്ലാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എനിക്ക്. അതുകൊണ്ട് ഈ യാത്രവേളയിലൊക്കെ ഒറ്റയ്ക്കിരുന്നാണ് ഈ യാത്ര ചെയ്യുന്നത്. എനിക്ക് ജപമാല ചെല്ലാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒത്തിരി പ്രാർത്ഥനകൾ ചെല്ലാൻ എനിക്ക് ഇഷ്ടമാണ്. ജപമാലയാണ് കൂടുതൽ. പിന്നെ ബൈബിൾ വായന, അല്ലാതെയുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, പത്രം മേടിച്ച് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എല്ലാവർക്കും വിതരണം ചെയ്യും. ഒത്തിരിയും പേര് വന്ന് ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കുകയും എൻ്റെ അനിയത്തിയും കുടുംബവും ആങ്ങളെയും കുടുംബവും പറയാൻ പറ്റാത്ത രീതിയിലുള്ള അമ്മായി, അങ്ങനെ ഒത്തിരി ആൾക്കാർ
ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കുകയും അവർക്കെല്ലാം ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുകയും സാക്ഷ്യം പറയുകയും ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് അനുഗ്രഹം. വെരിക്കോസ് പൂർണ്ണമായിട്ടും എനിക്ക് മാറി. ഈ കഴിഞ്ഞ ഒരു വർഷം മുതൽ ഇതുവരെ എനിക്ക് കാല് പൊട്ടുകയായിട്ട് കാലിൻ്റേതായ അസ്വസ്ഥത ഉണ്ടാകുകയായിട്ട് ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അല്ലാതെ തന്നെ ഒരുപാട് അസ്വസ്ഥതകളും അസുഖങ്ങളൊക്കെ ഉണ്ട്. എല്ലാത്തിലും മാതാവിൻ്റെ അനുഗ്രഹവും കൃപയും എനിക്ക് ഓരോ നിമിഷവും ഒരു കുഞ്ഞി കാര്യം മുതൽ എനിക്ക് നടക്കാൻ വയ്യല്ല അമ്മേ, എനിക്ക് സ്വന്തമായിട്ട് വണ്ടിയൊന്നുമില്ല, ഞങ്ങൾക്ക് വീട്ടിലേക്കാണെങ്കിലും ബസ് ഇറങ്ങി ജോലിയും കഴിഞ്ഞ് വന്ന ഒരുപാട് നടപ്പുണ്ട്. ജോലിയും കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഭയങ്കരമായിട്ടും ക്ഷീണിച്ചായിരിക്കും വരുന്നത്. എങ്ങനെ ഒന്ന് വീട്ടിലെത്തുക, എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണല്ലോ അമ്മേ, ആരേലും ഒന്ന് വണ്ടിരുന്നെങ്കിൽ ഒരു ബൈക്കെങ്കിലും കിട്ടിയിരുന്നേ കയറി പോകാമായിരുന്നെന്ന് പറഞ്ഞു തീരുന്നില്ല. അതിന് മുൻപേ അമ്മ എവിടുന്നെങ്കിലും ഒരു വണ്ടി, ഒരു ഓട്ടോറിക്ഷയാണെങ്കിലും ഒരു വണ്ടിയാണെങ്കിലും അയച്ചു തരും, നീ കയറി പൊക്കോ എന്ന് പറയുന്ന പോലെയാണ്. അങ്ങനെ എനിക്ക് പറയാൻ പറ്റത്തില്ല. എനിക്ക് ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ എന്തോരാണെന്നുള്ളത് പറയാൻ എനിക്ക് വാക്കുകളില്ല. എൻ്റെ മോളുടെ മോളാണിത്, മോൾക്കാണ് ഇനി പറയാനുള്ളത്. എൻ്റെ പേര് അലോണ. അപ്പം ഞാൻ 10th പഠിക്കുന്ന സമയത്താണ് ഇവിടെ വന്ന് മെയിനായിട്ട് പ്രാർത്ഥിക്കുന്നത്. അപ്പം സൂസ്യമ്മ ആദ്യമേ എൻ്റെ അടുത്ത് പറയുമായിരുന്നു, 10ാം ക്ലാസ്സാണ്, ഫുൾ A+ വേണം, അതുകൊണ്ട് ഒരു സ്വസ്നേതാവും നന്മറിഞ്ഞവും ത്രിത്വസ്തുതിയും ചൊല്ലി മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കാൻ എന്നും പറയുമായിരുന്നു. ഞാൻ 1 ഇയർ അങ്ങനെ മുഴുവൻ ചെയ്തു. മെയിൻ എക്സാമിന് മുമ്പ് ഞാനിവിടെ ഒന്ന് പ്രാർത്ഥിച്ചു. വെഞ്ചരിച്ച പേന വെച്ചാണ് ഞാൻ എക്സാം എഴുതിയത്. അതുപോലെ ഇവിടുന്ന് മേടിച്ച പത്രം ഞാൻ സ്കൂളിലെ ഫ്രണ്ട്സിനെല്ലാം കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ എനിക്ക് 10th തന്നെ ഉന്നത വിജയം നേടി, ഫുൾ A+ കിട്ടി. അതുപോലെ തന്നെ എനിക്ക് അഡ്മിഷൻ്റെ സമയത്ത് ട്രയലിലും ഫസ്റ്റ് അലോട്ട്മെൻറ്റും എനിക്ക് വന്നത് സ്കൂളിന് കുറച്ച് ദൂരെയുള്ളൊരു സ്കൂളിലായിരുന്നു എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. അപ്പം ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ ചേരാനായിരുന്നു താല്പര്യം. അപ്പോൾ ഞാൻ ടെമ്പററി ആയിട്ട് പോയി അഡ്മിഷനും എടുത്തില്ല. അതുകൊണ്ട് അങ്ങനെ ഞാൻ സൈറ്റിൽ നിന്ന് തന്നെ ഔട്ടായി. അപ്പോൾ എനിക്ക് മാർക്കുണ്ടായിട്ടും കാര്യമില്ല, എവിടെയും അഡ്മിഷൻ കിട്ടാത്തൊരവസ്ഥയായിരുന്നു. അപ്പം സൂസ്യമ്മ പ്രത്യേകം പറഞ്ഞു, ഒരുപാട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ എനിക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. അവരെന്നെ വിളിച്ചു. അപ്പം മാതാവ് വഴി ഒരുപാട് കൃപകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എൻ്റെ മോളുടെ വീട്ടിൽ ഈ മോൾക്ക് മാത്രമേ വിശ്വാസമുള്ളൂ. അപ്പച്ചനുണ്ട്, അമ്മച്ചിയുണ്ട്, മോളുടെ പപ്പയുണ്ട്, മോളുടെ അമ്മ എൻ്റെ മോള്. ചെറിയ വിശ്വാസം മാത്രമേ ഉള്ളൂ. പിന്നെ മോളുടെ പപ്പയ്ക്ക് ഒട്ടും വിശ്വാസമില്ല, പള്ളിയിൽ പോകത്തില്ല, പ്രാർത്ഥിക്കത്തില്ല, ഒരു വിശ്വാസമില്ല. ഈ ഒരു മോൾക്ക് മാത്രമേ ആ വീട്ടിൽ വിശ്വാസമുള്ളൂ. എൻ്റെ മോൾക്ക് ഒരു ചെറിയ വിശ്വാസമുണ്ട്. ഈ മോളുടെ അനിയനൊരെണ്ണമുണ്ട്, ആൺകുട്ടിയാണ്, 9ൽ പഠിക്കുന്നത്. മോനും ഒട്ടും വിശ്വാസമില്ല, പപ്പേനെ പോലെയാണ്. അപ്പോൾ ആ പാലായിൽ നിന്നാണ് വരുന്നത്. പാലായി വീട്ടിൽ അല്പം വിശ്വാസമുള്ളത് ഈ മോൾക്ക് മാത്രമേ ഉള്ളൂ. അത് എന്നിലൂടെ എനിക്ക് മാതാവ് പകർന്നു തന്ന സ്നേഹവും വിശ്വാസവും ഈ മകൾക്ക് ഞാൻ പകർന്നു കൊടുത്ത്, ഈ മകൾ ഞാൻ പറയുന്നതനുസരിച്ച് എല്ലാ രീതിയിലും ഇവിടെ വരാനും മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാനും. ഇന്ന് രാവിലെ പാലായിൽ നിന്ന് വെളുപ്പിന് 6 മണിക്ക് പോകുന്നതാണ്. ഇവിടെ വന്ന് വെയിറ്റ് ചെയ്ത് സാക്ഷ്യം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് അവൾക്ക് സാക്ഷ്യം പറയണമെന്നുള്ള രീതിയിൽ കൂടി കൊണ്ടുവന്ന് അവളെ കൊണ്ട് ഞാൻ സാക്ഷ്യം പറയിപ്പിക്കുകയാണ്. ആ വീട്ടിൽ മറ്റുള്ളവർക്ക് ആർക്കും വിശ്വാസം ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് സങ്കടവും ബുദ്ധിമുട്ടും ഒക്കെ എനിക്കുണ്ട്, ഒത്തിരിയും പ്രയാസങ്ങളുണ്ട്. എല്ലാം മാതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. വിശ്വാസത്തിലോട്ട് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവർക്കെല്ലാം വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവാസമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യുന്നുണ്ട്, കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ കഴിയാവുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. മോൾക്ക് വേണ്ടിയിട്ട്, മോളുടെ കുടുംബത്ത് വിശ്വാസം ഇല്ലാതെ ഇപ്പോൾ മുന്നോട്ട് പോകുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ നിമിഷം വരെ തിരുക്കുമാരനും ഈശോയും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയെ സ്തുതി, ഈശോയെ നന്ദി, ഈശോയെ ആരാധന. എൻ്റെ പേര് റെജിമോൾ ജോസഫ്. ഞാൻ സെൻറ്റ് ആൻ്റണീസ് ചർച്ച് ചെമ്മനത്തുകര വൈക്കത്തു നിന്നാണ് വരുന്നത്. ഉടമ്പടിയിലൂടെ എനിക്കും എൻ്റെ ദേശത്തിനും എൻ്റെ കുടുംബത്തിനും അമ്മ മാതാവ് ഈശോ വഴിയായി നൽകിത്തന്ന 1 കോടി അനുഗ്രഹങ്ങൾ, അത് ചുരുക്കി മാത്രമേ എനിക്കിവിടെ പറയുന്നുള്ളൂ. ഓരോ ദിവസവും നിരവധിയായ അനുഗ്രഹങ്ങൾ അമ്മ വഴി ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ 2023 മെയ് മാസത്തിലാണ് ഇവിടെ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ 6 നിർദ്ദേശങ്ങളുണ്ടായിരുന്നു അമ്മയോട്. ഹസ്ബൻഡ് ബാലൻസിങ് പ്രോബ്ലമായിട്ട് വളരെ നാളായി ചികിത്സയിലായിരുന്നു. 10-14 വർഷം ഹോമിയോ മരുന്നും ഇംഗ്ലീഷ് മരുന്നും ആയുർവേദവും പല മരുന്നുകൾ കഴിച്ചിട്ടും കുറച്ച് ദിവസം കുറച്ച് ആശ്വാസം കിട്ടും, വീണ്ടും അത് തന്നെ. CRPF ജോലി ചെയ്യുന്ന ഹസ്ബൻഡിന് ലാസ്റ്റ്
ഓഫീസറോട് പറയേണ്ടി വന്നു, എനിക്ക് ഈ അസുഖം വരുവാണെങ്കിൽ ഇനി ഞാൻ റിസൈൻ ചെയ്തു പോകും. അതിനുശേഷം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ വേറൊന്നും വേണ്ട, ഹസ്ബൻഡിന് ഈ അസുഖത്തിൽ നിന്ന് അമ്മ മാതാവ് മുക്തി കൊടുക്കണേ എന്ന്. 3 മാസം കഴിഞ്ഞില്ല. അതിനുശേഷം ഇതുവരെ അമ്മ ഈ അസുഖം ഉണ്ടായിട്ടില്ല. കൂടുതൽ തലവേദനയോ എന്തെങ്കിലും വരുമ്പോൾ ഉപ്പും തൈലവും ഞാൻ തൈലം നെറ്റിയിൽ പുരട്ടി കൊടുക്കും, അസ്വസ്ഥതകൾ മാറിക്കിട്ടും. ഇപ്പം വളരെ കാലമായിട്ട് ആ അസ്വസ്ഥത അലട്ടുകയും ചെയ്യാറില്ല. രണ്ടാമതുമായി മൂത്ത മകൾ, അവൾ BEd പഠിക്കുകയായിരുന്നു. അവൾക്ക് 27 വയസ്സുണ്ട്. അവൾക്ക് സ്ഥിരമായിട്ട് നടുവേദന വരുമായിരുന്നു. ഓപ്പറേഷനും ചെയ്തു. എന്നിരുന്നാലും ഇടയ്ക്കിടയ്ക്ക് പറയാം, അമ്മ എൻ്റെ കാല് മരവിപ്പുണ്ട്, മരവിപ്പ് വന്ന് താഴോട്ട് വരുമ്പോൾ നടുവേദനയാകും. അമ്മ മാതാവിനോട് ഞാൻ പറഞ്ഞ, അമ്മേ ഒരു പെൺകുഞ്ഞാണ്, അവൾക്കൊരു കുടുംബജീവിതം വേണം, അവളുടെ നടുവേദന പൂർണ്ണമായി മാറ്റിക്കൊടുത്ത് അവൾക്കൊരു ജീവിതം കൊടുക്കണമെന്ന്. അവൾക്ക് ഡേറ്റ് ഇട്ട് അവിടെ കല്യാണത്തിന് വേണ്ടിയും ഞാൻ പ്രാർത്ഥിച്ചു. ഉടമ്പടി എടുത്ത് 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ മാര്യേജ് ഫിക്സായി. ഈ 21/4/2024 അവളുടെ മാര്യേജ് നടത്തുവാനും അവൾക്ക് BEd കംപ്ലീറ്റ് ചെയ്തൊരു സ്കൂളിൽ ടീച്ചറായി ജോലി ചെയ്യാനും സാധിക്കുന്നു. മൂന്നാമതായിട്ട് MBA രണ്ടാമത്തെ മോള്, അവൾ BCom കഴിഞ്ഞ് 2018. അതിനുശേഷം മുന്നോട്ട് പഠിക്കാനുള്ള സാഹചര്യമില്ലായിരുന്നു. കൊറോണ കാരണം പല സ്കൂളുകളിലും നെറ്റ് എഴുതി, അതൊന്നും കിട്ടിയില്ല. ചെറിയ ഒരു കമ്പനിയിൽ ജോലി നോക്കുന്നുണ്ടായിരുന്നു. 2023 വരെ അവിടെ ജോലി നോക്കിക്കൊണ്ടിരുന്നു. 23 ആയപ്പം അത് വീട്ടിൽ ഇരുന്നാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു, ശരി, തുച്ഛമായിട്ടുള്ള ശമ്പളമായിരുന്നു, വീട്ടിൽ ഇരുന്ന് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല, ചെയ്തോളൂ. മുന്നോട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ മുന്നോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ മോളോടും പറഞ്ഞു, മോളെ അമ്മ മാതാവിനോട് അമ്മ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ട്, മോൾക്ക് മുന്നോട്ട് പഠിക്കാനുള്ള അനുഗ്രഹം അമ്മ തരും. അങ്ങനെ അവൾ 2023 MBAക്ക് അഡ്മിഷന് വേണ്ടി പോയി. ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ തന്നെ അവൾ പാസ്സായി. ഈ 1 വർഷം കഴിഞ്ഞ് എല്ലാ വിഷയങ്ങളും പാസ്സായി. കഴിഞ്ഞ ദിവസമാണ് റിസൾട്ട് വന്നത്. നാലാമതായിട്ട് വീടിൻ്റെ പണിക്ക് വേണ്ടി നമ്മൾ വളരെ ആഗ്രഹിച്ചിരുന്നു. വീട് പണി നടക്കുന്നുണ്ട്. എൻജിനീയർ പറയും ഇന്ന് തീർക്കും, നാളെ തീർക്കും. മക്കൾ പഠിത്തം കഴിഞ്ഞ് അവർ പറയുന്ന, അമ്മേ ഞങ്ങൾ എങ്ങോട്ടാണ് വരേണ്ടത്, ഞങ്ങളുടെ പഠിത്തം തീർന്നു കഴിയുമ്പം ഞങ്ങൾക്ക് വീട്ടിൽ തന്നെ കയറി വരാൻ താമസിക്കാനുള്ള അവസരം ഉണ്ടാവുമോ? അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ എൻ്റെ മക്കൾ നമ്മുടെ വീട്ടിൽ തന്നെ അവരുടെ പഠിത്തം കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് ജീവിക്കാനായിട്ട് അനുഗ്രഹിക്കണമെന്ന്. 2023 ഓഗസ്റ്റ് 2-ാം ശനിയാഴ്ച വീട്ടിൽ സ്വസ്ഥമായിട്ട് വീട് പണി പൂർത്തിയാക്കി അവിടെ ജീവിക്കാനുള്ള അനുഗ്രഹം അമ്മ മാതാവ് വഴിയായി തന്നു. അതുകൂടാതെ ഒരു വീട് ചോദിച്ചപ്പോൾ ഒന്നിൻ്റെ കൂടെ ഒരു വീടും കൂടെ അമ്മ നമ്മൾക്ക് ദാനമായിട്ട് നമുക്ക് മേടിക്കാനുള്ള സാഹചര്യം അമ്മ വഴി നമുക്ക് ലഭിച്ചു. 5-ാമതായി ഞാൻ വെച്ചത് മൂന്നാമത്തെ മോൻ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. പഠിത്തത്തിലൊക്കെ വളരെ മോശമായിരുന്നു. അവന് കളിയോടായിരുന്നു കൂടുതൽ താല്പര്യം. കളിക്കാൻ പോകുന്നത് നല്ലതാണ്, പക്ഷേ ലാസ്റ്റ് ഇതായപ്പോൾ പ്രിൻസിപ്പാൾ വിളിച്ചു പറഞ്ഞു, ബോർഡ് എക്സാമിന് ഇരുത്തില്ല, കാരണം ഇവൻ തോറ്റു കഴിഞ്ഞാൽ സ്കൂളിന് മൊത്തമായിട്ട് നമുക്ക് നാണക്കേടാവും, അതുകൊണ്ട് ഇവനെ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുമെന്ന് പറഞ്ഞു. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മയുടെ അടുത്ത് വന്ന് ആരും അമ്മ നിരസിച്ചിട്ടില്ല. എൻ്റെ മകൻ്റെ കഴിവില്ലായ്മ അത് പരിഹരിച്ച് അവന് കൂടുതൽ മാർക്കൊന്നും വേണ്ട, 10ാം ക്ലാസ് അവനെ പാസ്സാക്കിയെടുക്കണം. അതുവഴി എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിരുന്നു. അവനത്ര പ്രാർത്ഥിക്കുന്നതിലൊന്നും അത്ര ഇതില്ല. ഞാൻ വീട്ടിൽ ഇരുന്ന് ഞാനും ഹസ്ബൻഡും എപ്പോഴും അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവന് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി അവന് പാസ്സാകാൻ പറ്റി. +1 അവൻ ആഗ്രഹിച്ചതുപോലെ തന്നെ അഡ്മിഷനും കിട്ടി. കാരുണ്യപ്രവർത്തികൾ എന്നെക്കൊണ്ട് സഹായം, എൻ്റെ അടുത്ത് ആര് വന്നാലും എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ അവരെ സഹായിക്കും. അവരാരാണെന്നോ എന്താണെന്നോ ഞാൻ നോക്കാറില്ല.
സ്ഥിരമായിട്ട് നമ്മുടെ അടുത്ത് വരുന്ന സുഖമില്ലാത്ത ആളുകളുടെ വീടുകളിൽ പോയി നമ്മളെ കൊണ്ട് കഴിയാവുന്ന സഹായങ്ങൾ ചെയ്യും. പേപ്പർ വാങ്ങിച്ചാൽ അത് ഞാൻ ബസ്സിൽ എവിടെ പോയാലും എൻ്റെ ബാഗിൽ കാണും. അത് ഞാൻ അവിടെ എല്ലാവർക്കും തന്നെ സമയത്ത് തന്നെ എല്ലാവർക്കും വിതരണം ചെയ്യും. ഹിന്ദുക്കൾക്കാണ് കൂടുതലും കൊടുക്കാറുള്ളത്. പലർക്കും അസുഖങ്ങൾ വരുമ്പോൾ ഞാൻ അവർക്ക് എണ്ണയും തേനും കൊണ്ട് അവർക്ക് കൊടുക്കാറുണ്ട്. അവർക്ക് സൗഖ്യം കിട്ടിയതായിട്ട് അവർ പറയാറുമുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഡൽഹിയിലുണ്ട്. അവളുടെ അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു. അവൾ ഭയങ്കര ബുദ്ധിമുട്ടി എന്നോട് പറഞ്ഞു, റെജി ഞാൻ എന്ത് ചെയ്യും? അമ്മയെ ഡൽഹിയിലേക്ക്, അമ്മ താമസിക്കുന്ന തിരുവനന്തപുരത്താണ്, അമ്മയെ നോക്കാൻ വേറെ ആരുമില്ല. ഹസ്ബൻഡ് മോളും അവിടെ ഡൽഹിയിലാണ്. ഞാൻ പറഞ്ഞു, ഞാൻ അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് സമാധാനം കിട്ടും, അതിനുള്ള സൊല്യൂഷനും ആകുമെന്ന്. അതുപ്രകാരം അവൾ അമ്മയെ ഡൽഹിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ക്യാൻസർ സെൻറ്റർ തിരുവനന്തപുരത്ത് അവിടെ അവർ പറഞ്ഞു ലാസ്റ്റ് സ്റ്റേജ് ആണെന്ന് പറഞ്ഞു. അമ്മയോട് പറഞ്ഞു, ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചതാണ് അമ്മേ, അവൾക്ക് അവിടെ അമ്മയെ കൂടുതൽ ഇനിയും നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് അനുവാദം കൊടുക്കണം. ഇപ്പോൾ അവൾ അവിടെ ചെന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുഴപ്പമില്ല, അധികം സ്റ്റേജ് ആയിട്ടില്ല, നമുക്കത് റിമൂവ് ചെയ്താൽ കംപ്ലീറ്റ് ക്യൂർ ആകാൻ പറ്റും. ഓപ്പറേഷനും കഴിഞ്ഞു. ഇപ്പോൾ സ്വസ്ഥമായിട്ട് അവൾ ഡൽഹിയിൽ അമ്മേനെ നോക്കുന്നുണ്ട്. അവൾക്ക് വേണ്ടി അമ്മ മാതാവ് ചെയ്ത 1000 അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. അതുപോലെ എനിക്ക് മുട്ടിന് കാലുവേദനയായി കഴിഞ്ഞ ഉടമ്പടിയിൽ ഇവിടെ വന്നപ്പോൾ എനിക്ക് മുട്ടുകുത്താൻ വയ്യ, അവിടെ കയറാൻ നിവൃത്തി പോലുമില്ല. എങ്കിൽ തന്നെ ഞാൻ ഡോക്ടർ പറഞ്ഞു സ്റ്റെപ്പ് കയറരുത്, അല്ലെങ്കിൽ ദൂരെ യാത്രയൊന്നും പോവരുത്, എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ്. മോളുടെ കാര്യങ്ങൾ മാരേജിൻ്റെ സമയത്താണെങ്കിലും എല്ലാം അവളുടെ കൂടെ നിന്ന് എവിടെ പോയാലും എല്ലാ കാര്യങ്ങളും ഈ കൊന്തയുമായിട്ട് ഞാൻ പോകാറുള്ളൂ. കാശ് രൂപം എൻ്റെ കയ്യിൽ കാണും. എനിക്ക് വലിയ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ വലിയ സാമർഥ്യമോ ഉള്ള ഒരു വ്യക്തിയല്ല. എവിടെ ചെന്നിരുന്നാലും ആരും ഒരിക്കലും അത് ചെയ്യില്ല അല്ലെ തരില്ല എന്ന് പറയത്തില്ല. അവളുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റി. കുടുംബത്തിനും സ്വസ്ഥമായിട്ട് ഇപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ 5 മണിയാകുമ്പോൾ എണീക്കും. 2 പേരും കൂടെ ഇരുന്ന് ജപമാല എത്തിച്ച് 5:30 ആകുമ്പോൾ പ്രത്യക്ഷകരണ പ്രാർത്ഥനയും ചൊല്ലും. പിന്നെ അതിനുശേഷമാണ് കുർബാനയ്ക്ക് പോകുന്നത്. ഇന്ന് വരെ എല്ലാ ദിവസവും നമ്മൾക്ക് കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നുണ്ട്. മുന്നോട്ടും ദൈവത്തെ കൂടുതൽ അറിയുവാനും ദൈവത്തിന് വേണ്ടി മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുവാനും നമ്മളാൽ കഴിയുന്ന വിധത്തിൽ സാധിക്കണമേ എന്ന് അമ്മ മാതാവിനോടും ഈശോയോടും 1000 പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു.